നമസ്കാരം. ഫലമറിഞ്ഞിട്ട് 10 ദിവസമായി. ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടില്ല. LDFനെതിരെ നേടിയ മഹാവിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് ഈ അധികാര തർക്കമെന്ന് പറയാതെ വയ്യ. പിണറായിയെ താഴെ ഇറക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കോൺഗ്രസുകാർ പറഞ്ഞിരുന്നത്. ജനങ്ങൾ കയ്യും മെയ്യും മറന്ന് സഹായിച്ചു. അങ്ങനെയാണ് ഈ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ നാണം കെട്ട ഈ മുഖ്യമന്ത്രി തർക്കം അത് മായ്ച്ചാലും മായാത്ത നാണക്കേടു തന്നെയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. 1 മാസം മുമ്പാണ് KC വേണുഗോപാൽ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ താൻ മുഖ്യമന്ത്രിയാകാനില്ല, എൻ്റെ പേര് വെട്ടിയേക്കൂ എന്ന് അവതാരകനായ ജോണി ലൂക്കോസിനോട് പറയുന്നത്. പക്ഷേ മഹാവിജയം നേടിയതോടെ വേണുഗോപാലിൻ്റെ മട്ടുമാറി. മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നായി വേണുഗോപാൽ. അതിന് പലരും പറഞ്ഞ ന്യായം തെരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്തി കൊടുത്തു എന്നാണ്. പണം കൊടുത്ത് മുഖ്യമന്ത്രിയാകാനാണെങ്കിൽ 140 മണ്ഡലങ്ങളിലും 1-2 കോടി കൊടുക്കാൻ തക്കവണ്ണം സാമ്പത്തിക ശേഷിയുള്ള എത്രയോ പണക്കാരുണ്ട് ഇവിടെ, അവർക്ക് നൽകാമല്ലോ. 1 മാസം മുമ്പ് പറഞ്ഞത് വിഴുങ്ങി. വിജയിച്ചാൽ മത്സര രംഗത്തു നിന്നും മാറി നിന്ന പലരും അധികാര സ്ഥാനത്തെത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് മാധ്യമങ്ങളോട് പറയാൻ യാതൊരു ഉളുപ്പും വേണുഗോപാലിനുണ്ടായില്ല. ശക്തമായിട്ടുള്ള ജനവികാരമാണ് വേണുഗോപാലിനെതിരെ സംസ്ഥാനത്ത് ഉയരുന്നത്. നോക്കുകൂലി വാങ്ങുന്ന ചുമട്ടുതൊഴിലാളികളെ കണ്ടുശീലിച്ച മലയാളികൾക്ക് വേണുഗോപാലിനോട് അമർഷമുണ്ടാകുന്നത് സ്വാഭാവികം. പഴയ സോളാർ പരാതിക്കാരി KC വേണുഗോപാൽ ഒരു മുൻ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയിരുന്നു. പിന്നീട് കോടതിയിലും ഇവർ രഹസ്യമൊഴി നൽകി. FIRലും ഇതുതന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും ക്രൈംബ്രാഞ്ചിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി പിന്നീട് ഹൈക്കോടതിയെയും സമീപിച്ചു. ശക്തമായ ജനരോഷവും മുഖ്യമന്ത്രിയായാൽ വേണുഗോപാലിനെതിരെ ഉയർന്നു വരാനിടയുള്ള സോളാർ പരാതിക്കാരിയുടെ പഴയ പീഡനക്കേസും കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാനാണ് സാധ്യത. ഇനി VD സതീശൻ്റെ കാര്യമെടുത്താൽ 2021 ഇപ്പോഴുള്ളതിന് സമാനമായ കലാപമുണ്ടാക്കി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് രമേശ് ചെന്നിത്തലയെ താഴെയിറക്കി അവിടെ കയറിയിരുന്നത്. ചുമതല ഏറ്റതിനു ശേഷം സതീശൻ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ്. ഉണ്ടായില്ല. ആശാവർക്കർമാരുടെയും വനിതാ പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെയും അടക്കമുള്ള സമരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സതീശന് കഴിഞ്ഞില്ല. നിരവധി കാരണങ്ങളുണ്ടായിട്ടും സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭവും സംഘടിപ്പിക്കാനും കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് സതീശന് ഇക്കഴിഞ്ഞ 5 കൊല്ലം ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ഇപ്പോഴത്തെ വൻ വിജയം പ്രതിപക്ഷ നേതാവിൻ്റെയോ പാർട്ടിയുടെയോ പ്രവർത്തന മികവ് കൊണ്ടുണ്ടായതല്ല. അത് പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും ആഞ്ഞടിച്ചത് കൊണ്ടുണ്ടായതാണ്. അതോടുകൂടിയാണ് മുഖ്യമന്ത്രിയാകുന്നതിനായി സതീശൻ ചരടുവലി തുടങ്ങിയത്. പതിറ്റാണ്ടുകളായി ബന്ധമുള്ള ചെന്നിത്തലയെ മറികടന്ന് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പതിവില്ലാതെ മുസ്ലിം ലീഗ് വാശി പിടിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മനോരമ ചാനലും മാതൃഭൂമി ചാനലും നടത്തിയ സർവേയിൽ അടുത്ത മുഖ്യമന്ത്രിയായി സതീശൻ വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഫലമറിഞ്ഞതിനു ശേഷം സതീശനു വേണ്ടി പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു. ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ജനം തെരുവിലിറങ്ങുന്നു. അങ്ങനെ മുമ്പൊരിക്കലും കാണാത്ത കാഴ്ചകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹൈക്കമാൻഡിന് വിലക്കേണ്ടി വന്നു. ഇതെല്ലാം PR വർക്കിന്റെ ഭാഗമാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് സ്വരം കടുപ്പിച്ചതിനു ശേഷമാണ് ഫ്ലെക്സ് ബോർഡുകൾ നീക്കാൻ അണികളോട് ആവശ്യപ്പെടാൻ സതീശനും വേണുഗോപാലും തയ്യാറായത്. ഒരിടത്തും ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാത്തതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. എന്നിട്ടും സതീശന് വേണ്ടി അണികൾ മിനിഞ്ഞാന്നും തെരുവിലിറങ്ങി. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച 100 കണക്കിന് പ്രവർത്തകർ സതീശൻ്റെ വീട്ടിലും ഓഫീസിലുമെത്തി. പലരും സതീശനെ പൊന്നാടയണിയിച്ചു. ചിലയിടങ്ങളിൽ സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, ഷാഫി KPCC അധ്യക്ഷനാകട്ടെ എന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഹൈക്കമാൻഡ് അപകടം മണത്തു. സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പലർക്കും തോന്നി. കടുത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് സതീശൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വിമാനം ചാർട്ട് ചെയ്ത സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച റജികുമാറിനോടൊപ്പം മംഗലാപുരത്ത് പോയി JDS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും അദാനിയുടെ മകനോടൊപ്പം നിൽക്കുന്ന ചിത്രവുമൊക്കെ പുറത്തു വന്നത്. വിജയിച്ചപ്പോൾ തന്നെ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്ന സതീശൻ മുഖ്യമന്ത്രിയായാൽ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നുറപ്പാണ്. പാർട്ടിയെ തന്റെ കൈവെള്ളയിൽ ഒതുക്കിയ പിണറായി വിജയനും CPMനും ഒടുവിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസിനും സതീശനും സംഭവിക്കും. സ്വമനസാലെ വന്നവരാണ് സതീശന്റെ വീട്ടിൽ തടിച്ചുകൂടിയതെന്നും പ്രകടനം നടത്തിയതെന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസിലെന്നല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പിന്തുണയുള്ള നേതാവായിരുന്നല്ലോ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിക്കില്ലാത്ത എന്ത് മേന്മയും ജനപിന്തുണയുമാണ് VD സതീശനുള്ളത്. സതീശന് വേണ്ടി വാദിക്കുന്നവരുടെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയാൽ ഹൈക്കമാൻഡ് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാകും.
മാത്രമല്ല പാർട്ടിയുടെ നിയന്ത്രണം സതീശനിലേക്കും സതീശനോടൊപ്പം നിൽക്കുന്ന ലീഗിലേക്കുമൊക്കെ ഒതുങ്ങിപ്പോകും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് സതീശനും മുഖ്യമന്ത്രി കസേര നൽകാൻ ഹൈക്കമാൻഡ് തയ്യാറാകാൻ സാധ്യതയില്ല. ഇനിയുള്ളത് രമേശ് ചെന്നിത്തല. PR വർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ചെന്നിത്തലയ്ക്ക് വേണ്ടി ആരും ഫ്ലെക്സ് ബോർഡുകളോ സമൂഹ മാധ്യമത്തിൽ മുറവിളി ഉയർത്തുകയോ ചെയ്യാത്തത്. തികച്ചും അച്ചടക്കത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത്. ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചതിനു ശേഷം ചർച്ച കഴിഞ്ഞിറങ്ങി വന്ന VD സതീശിൻ്റെയും KC വേണുഗോപാലിൻ്റെയും മുഖം മ്ലാനമായിരുന്നു. എന്നാൽ ചെന്നിത്തലയാകട്ടെ ചിരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങി വന്നത്. ആ ചിരിയിൽ നിന്ന് ഒന്നും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വേണുഗോപാലിനും സതീശനുമുള്ള സാധ്യത മങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. ഇനി 1-2 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതുവരെ കാത്തിരിക്കാം.